So in the last class we studied how to add and all, isn't it? We want in Excel sheet how we will have functions, formulas and functions. Okay, here just I have written your names, Faith, Sean, Dia, and Maria. And Maria ബാക്കി അപ്പുറത്തെ കുളത്തിലോട്ട് കേട്ടോ പേടിക്കണ്ട ആൻമാർന്ന് എഴുതിയിട്ടുണ്ട് ബാക്കി ഞാൻ ടൈപ്പ് ചെയ്തായിരുന്നേ കേട്ടോ. നെക്സ്റ്റ് ശ്രേയ ആഷിക്. Here here I have given the for example I gave all of you got 1500 rupees as Onam gift. ഓണത്തിന് ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 1500 rupees നിങ്ങളുടെ പേരൻസ് എല്ലാവർക്കും തന്നു. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാം. നമ്മൾ ഒരു ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ലെസണിൽ കഴിഞ്ഞ ലെസൺ നിങ്ങൾ പഠിച്ചാൽ ഒന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി എടുക്കാൻ പറ്റും, കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഇയർ ഞാൻ 1500 ടൈപ്പ് ചെയ്ത് വെച്ച് 1500. ആഫ്റ്റർ ദാറ്റ് ഹിയർ ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ, അതിനെന്നാ പറയുന്നേ? ഫിൽ ഹാൻഡിൽ അല്ലെ. ഫിൽ ഹാൻഡിൽ. ഓക്കെ, ഇതില് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വലിച്ചു കഴിയുമ്പോ എന്ത് കിട്ടും? നമുക്കത് കോപ്പി ആയിട്ട് കിട്ടും അല്ലെ. അതിന്റെ കോപ്പി തന്നെ നമുക്ക് കിട്ടും. 1500. So this method only I used. Here money you spend എന്തെങ്കിലും ആവശ്യമൊക്കെ ആയിട്ട്. First one, Faith has spent 200, 211, 400, 300. Sean 1500, 180, 211. ഇവിടെ എല്ലാം ഞാൻ കോപ്പി ആൻഡ് പേസ്റ്റ് ആണ് കൊടുത്തത്. പിന്നെ ഇവിടെ 300 എല്ലാവർക്കും ഒരുപോലെയാണ്. പിന്നെ ഇവിടെ കുറച്ച് വേരിയേഷൻസ് വന്നു. ഓക്കെ, okay. ഓട്ടോസം ഇത് സെലക്ട് ചെയ്തിട്ട് ഓട്ടോസം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് 2600 ആണ്. ഓ സോറി, ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് തന്ന പൈസക്കാളും നിങ്ങൾ കൂടുതൽ ചിലവാക്കി വന്നു. ഇവിടെ മുതലാണ് സെലക്ട് ചെയ്യേണ്ടത്. So Faith has spent 1111 rupees. Okay, how to do that? Here Sean 1500 കൊടുത്തതില് അടിച്ചു പൊളിച്ച് എത്ര തീർത്തു? From here we will select these three, then click on auto sum. 1301 rupee. പിടിക്കുന്നുണ്ട് ഇതിന് ഞാൻ. അത്ര പൈസയൊക്കെ ചെലവാക്കാവോ? നെക്സ്റ്റ് ദിയ പോയോ? Dia, my God, Dia, 1561 rupees. I gave only 1500. 61 rupees extra you spent. It's too bad. Next, who is Anne Maria? Anne Maria, let me see how much money you spent. 1351. She has saved a little bit. Okay. Anne Maria ആണ് പ്രശ്നക്കാരി. അല്ല, ദിയാണ് പ്രശ്നക്കാരി. നെക്സ്റ്റ് ശ്രേയ. ശ്രേയക്ക് എന്താ അവിടെ? സോറി, അവിടെ അതൊരു ചെറിയ എന്തോ 1000 ഇവിടെ എന്തോ ചെറിയ വേരിയേഷൻസ് വന്നു പോയി തോന്നുന്നു. എല്ലാവർക്കും 300 ഒക്കെ കൊടുത്തേ. എനിവേ 660 rupees. വേർ ഈസ് ശ്രേയ?
ശ്രേയ ഇന്ന് ആബ്സെന്റ് ആണോ? ലാസ്റ്റ് ആഷിക്ക് ജോയിൻ ചെയ്തോ ഇല്ലയോ അറിയില്ല. 1229 rupees. Okay. Did you understand how to find out these answers? എങ്ങനെയാണ് ഇതിന്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്തതെന്ന് മനസ്സിലായോ? ഫെയ്ത്തിന് മനസ്സിലായോ? Okay, Diya, did you understand how to find out this? തന്നതി കൂടുതൽ പൈസ ചെലവാക്കി മിടിക്കുകയാണ്. 1 രൂപ പോലും സേവ് ചെയ്തില്ല അല്ലെ? Okay. Okay, how to do? Did you understand? നമ്മൾ ടൈപ്പ് ചെയ്തതിനു ശേഷം we have to select all these. ഇനി താഴോട്ടാണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ ഇങ്ങനെ ഇത് സെലക്ട് ചെയ്യുക. Select it, then click here auto sum. We will get the answer down next to column. Okay. ഇനി totally ഇപ്പൊ for example I will tell you this 200, 180, 500, 350, 165, 238. ആ മണി നിങ്ങൾ ബുക്സ് വാങ്ങാൻ വേണ്ടിട്ട് സ്പെൻഡ് ചെയ്താണെന്ന് വിചാരിക്കും എല്ലാവരും. So totally you spend 1633 rupees for book. And total how much money you got? Let me say 1000. So 9000 rupees totally you got. 1500 എല്ലാവർക്കും കൂടെ 9000 rupees കിട്ടി. അതിൽ 1633 rupees you spend for books and 1220 rupees you spend to buy some എന്താ പറയുക ഡ്രസ്സിന് കൊടുക്കുക അല്ലേ? Okay, 1220 rupees you spend for cloth and this money you spend for food. 2695 rupees you spend for food. Okay, and this 300 rupees you spend for fees, school fees അടയ്ക്കാൻ വേണ്ടിട്ട് കൊടുത്തു 1665 rupees. So totally how much rupees? $7,213 rupees. നിങ്ങൾക്ക് തന്ന 9000 $7,213 rupees you spend. Okay. Okay. Did you understand how to do this? എന്താ പോലെ 9000 ആഡ് ചെയ്യണ്ടല്ലോ. 9000 ഇവിടെ ഉണ്ട്. അല്ല ഇത് ഇവിടെ ആഡ് ചെയ്തതാണ്. ഈ നിങ്ങൾക്ക് ഇത് ഈ രീതിയിൽ ആഡ് ചെയ്യാം. അതായത് ടോട്ടലി യു ഗോട്ട് 9000 rupees. അതിൽ ഫോർ ഈച്ച് വൺ യു സ്പെൻഡ് ഓൾ ടുഗദർ യു സ്പെൻഡ് ഫോർ ബുക്സ് 1633 ലൈക്ക് ദാറ്റ്. അങ്ങനെ നമ്മൾ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇതിന്റെ ഇത്ര ഇതേ ഉള്ളൂ. ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓട്ടോ സം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ ആയിട്ടുള്ള എമൗണ്ട് ഇവിടെ കിട്ടും. ഓക്കെ, ഹിയർ ടോട്ടലി നമുക്ക് ഇവിടെ കിട്ടുന്നു. ഇനി താഴോട്ട് ഉള്ള രീതിയിലാണെങ്കിലും താഴോട്ട് ഇത് ചെയ്താൽ മതി, ഇങ്ങനെ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ ഇതിന്റെ ഇത്. Next, addition, subtraction, multiplication and divisions. The table alongside shows examples displaying how the basic arithmetic operations, multiplications, divisions, additions and subtractions എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ symbols തന്നിട്ടുണ്ട്. Multiplication usually we do like this into markers, isn't it? Here star ആണ് നമ്മുടെ ലാപ്പിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ. അത് ലാപ്പിൽ ഉപയോഗിക്കുന്ന സ്റ്റാർ ആണ്. Next for divisions like this way. നമ്മൾ ബുക്കിലൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ വരച്ചിട്ട് രണ്ട്
ഡോട്ട് കൂടി ഇടാറുണ്ട് അല്ലെ, ഡിവിഷൻ സൈൻ. നെക്സ്റ്റ് അഡീഷനും സബ്സ്ട്രാക്ഷനും സെയിം തന്നെ. For example, Alka created a worksheet to keep the track of her expenditure each month to calculate. അപ്പം ഇവിടെ കൊടുത്തേക്കുന്ന സിമ്പല് which is a C5. C5 symbol we have to is C5 no. Okay, Faith C5 plus D5 plus E5 plus F. F5. ഇത് അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിലും ഈസി മെത്തേഡ് ആണ്. സെലക്ട് ചെയ്യുക, ഓട്ടോസം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞ ഓരോന്ന് ടൈപ്പ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മളിവിടെ ഓട്ടോസം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ ഇവിടെ വന്നു കഴിഞ്ഞു. ഈസി മെത്തേഡ് ആണത്. നിങ്ങൾ ആ പ്രൊസീജിയേഴ്സ് പഠിക്കാൻ വേണ്ടിയാണ് ഇതൊന്നും ഓരോന്നിന്. ഇവിടെ സിയിൽ ഫെയ്ത്തിന്റെ പേരുള്ളത് 5 എന്ന നമ്പറിലാണ്. C5 D5 E5 F5. ഓക്കെ, അതിന്റെ ഇത് അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരില്ല. സെലക്ട് ചെയ്തിട്ട് ഓട്ടോസം കൊടുത്താൽ മതി. ഓക്കെ, okay, next 23, page number 23 here. Mr. Das works in a shop and has been asked to calculate the profit and loss on the sale of times. He has created the following worksheet helping to write the formulas. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് തന്ന പൈസ പോലെ തന്നെ ഇവിടെ റെഫ്രിജറേറ്റർ കോസ്റ്റ് പ്രൈസസ്, അതായത് വാങ്ങിയ പൈസ എത്രയാണ്? 22,000 രൂപ. ആൻഡ് ഈ സോൾഡ് സെയിൽ പ്രൈസ് ഇസ് 25,460. പ്രോഫിറ്റ് ഓർ ലോസ്, ലാഭമാണോ നഷ്ടമാണോ അയാൾക്ക്? ഹി പർച്ചേസ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് 22,000 വാങ്ങിച്ചു. സെയിൽ പ്രൈസ് 25,460. അപ്പം ലാഭമാണോ നഷ്ടമാണോ അയാൾക്ക്? ഇറ്റ് വിൽ ബി പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഉണ്ട്. ഇനി പ്രോഫിറ്റ് ഓർ ലോസ് പെർസെന്റേജ് ചോദിച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ വേണ്ടി അയാള് ഒരു സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. Find the profit or loss in cell D3. Type the formula C is equal to C minus D3.
5,000 rupees വീതം തന്നു. ഇനി ഇതിൽ ബാലൻസ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് find the profit or loss. In cell D, type the formula C minus B is equal to see here B5 minus G5. B5 minus G5. Let me see. Anthony. H6, H7, H6. ഇതിന് വേറെ സോഫ്റ്റ്വെയർ ആണോന്ന് അറിയില്ല. ഇതിൽ വന്നിട്ടില്ല ആൻസർ. Hold the mouse over the lower right corner of the cell till the fill handle cursor appears. Click and drag the mouse down till D7. ഓക്കെ, ഇതിന്റെ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാന് ഇതിൽ കിട്ടിയിട്ടില്ല. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ സോഫ്റ്റ്വെയർ എടുത്തിട്ട് അത് ചെയ്യാം കേട്ടോ. കാരണം ഇതിപ്പം ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം സെറ്റ് ചെയ്തിരിക്കുന്നതല്ലേ. ഓക്കെ, അതിന് ചെയ്യേണ്ട ഫോർമാറ്റ് ഇങ്ങനെയാണ്. നമ്മൾ ടൈപ്പ് ചെയ്തതിന്റെ ഈ 5,000 നിന്നും നമുക്ക് ഈ എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇത് നിങ്ങളുടെ സ്പെൻഡിങ് മണിയാണ്. ഈ ഗോട്ട് 5,000 ആൻഡ് ദിസ് മച്ച് മണി യു സ്പെൻഡ് ഈച്ച് വൺ. So in this what we have to do, ആ പിക്ചറിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് വെച്ചിട്ടാണെന്നറിയില്ല. റെഫ്രിജറേറ്ററിന്റെ ഇത് A3-ലാണുള്ളത്. കോസ്റ്റ് പ്രൈസ് ഈസ് B3. സോ അതിലെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് C3-ൽ വന്നേക്കുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായ B3C എന്ന് പറഞ്ഞത് എന്താണെന്ന്? ഓക്കെ, കോളത്തിന്റെ ഇതാണ്. ഇവിടെ മുകളിൽ ABCD കാണാൻ, താഴെ 1 2 3 നമ്പർ നിങ്ങൾക്ക് കാണാം ഇപ്പുറ സൈഡിൽ. ഓക്കെ, so cost price means here 22,000 and selling price is 25,460 rupees. In this, if you have to find out the if it is profit or loss, what we have to do, we have to subtract the cost price from selling price from cost price. അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം? C3 മൈനസ് B3 എന്ന് ക്ലിക്ക് ചെയ്യുക. പക്ഷെ ഇവിടെ ഞാൻ ചെയ്തിട്ട് അത് വന്നില്ല. നമ്മുടെ സോഫ്റ്റ്വെയറിന് എന്തോ ചെറിയൊരു പ്രശ്നം വന്നാന്ന് തോന്നുന്നു. സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ,
cell D3 type formula C3 minus B3. Hold the mouse over the lower right corner of the cell till the fill handle appears. അത് ഞാൻ ചെയ്ത് നോക്കി പക്ഷെ വന്നില്ല. Click and drag the mouse down till D7 to copy the formula. Release mouse button. To find the profit or loss percentage in cell E3 means ഇവിടെ ഈ വന്നിട്ട് profit loss എന്ന് പറഞ്ഞ കോളം ഇല്ലേ ആ കോളത്തിൽ വന്നിട്ട് type the formula is equal to D3 percentage B3 into 100 എന്ന് അടിച്ചു കൊടുത്താൽ ഇത് കിട്ടും. പക്ഷെ നമുക്ക് ആ സോഫ്റ്റ്വെയർ ഇതിന്റെ ശരിക്കും ഇൻസ്റ്റാൾ ആകാത്തത് കൊണ്ടാണോ എന്തോ സെറ്റ് ചെയ്യാനുള്ളത് കൊണ്ടാണോ എന്ന് അറിയുന്നില്ല. നമ്മൾ ആ ഫോർമുല അടിച്ചു കൊടുത്തിട്ട് നമുക്ക് വന്നില്ല. ബട്ട് യൂഷ്വലി ഷോപ്പിലൊക്കെ അവര് ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സെറ്റ് ഇതിൽ വന്നുകൊള്ളൂ ഇതിങ്ങനെ. Click and drag the mouse down till E7 to copy the formula. Release the mouse button. നോക്കിയിട്ട് ഇതിനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നില്ല. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇൻസേർട്ട് ഫംഗ്ഷൻ ആവറേജ് സമ്മ ഹൈപ്പർലിങ്ക് മാക്സിമം Okay, functions in MS Excel. Functions are predefined formulas that perform calculations on given values. The values on which calculations are performed are called arguments of the functions. Here, some arguments of the functions no option not varunilla. Okay. In MS Excel, a function begins with an equal sign. Start ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് equal എന്നുള്ള symbol ആണ് വരുന്നത്. Followed by function name and opening parentheses and arguments for the functions and a closing parenthesis. For example, consider the formula sum A1 comma B3 and C6. Here sum is the function name. Wait, let me see whether it can be possible. Yes, here you can see now on the screen. Can you see when I clicked here 5,200 211 400 300 1,111 here equal sign ningal kando? Can you see Anne Maria and Dia and all ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? സൂം ചെയ്താലാണ്. അതിന്റെ അപ്പുറത്ത് ബി എന്ന് വരുന്നു. അപ്പം B5 മുതല് G5 വരെയുള്ള ടോട്ടൽ ആണ്. ഓക്കെ, അങ്ങനെ കാണിക്കുന്നു. A1 to A1 to B3 and C6 are the arguments on the functions applied. In some functions the sum. ഇപ്പൊ ഇവിടെ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
work with the format in current cells. Okay. A sum function is the most popular function in MS Excel, as is obvious from the name. It adds the values in each of the specified cells. For example, let us look at the various sum functions based on this worksheet. ഇതിപ്പോ നമ്മൾ ചെയ്ത സംഭവങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 1, 2, 3 നമ്പറില് 6, 7, 8, 9, 10. എക്സാമ്പിൾ എക്സല് sum A1 and B3. A1 and B3. A1, A2, A3, B1, B2 and B3 is equal to 27 is the result. A1, totally നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ if you need to find a sum based on a row or column of numbers and you do not want to type a formula, just select your numbers and look at the status bar. You will find the sum of the selected cells there. Okay. $238. If you need to find a sum based on a row or column of numbers and you want to type a formula, just select your numbers and look at the status bar. You will find the sum of the selected cells there. Okay. In the next class, clearly I will install the software which I have to set here. I'll set and show you. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മള് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം പെറുക്കി ടൈപ്പ് ചെയ്യണം. ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് കോപ്പി ചെയ്യാം, പിന്നെ ഓൾ ടുഗദർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ ഓട്ടോ അസംബ്ലിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓക്കെ, ബൈ ദെൻ. വെയിറ്റ്. Bye then. Okay.